നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ കേരളം വീണ്ടും ഒരു മഴക്കെടുതി സാക്ഷിയാവുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഉരുൾപൊട്ടലിൽ ചില ജീവനുകൾ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ മഴ ദുരിതം തീർത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പലയിടങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി. ഇന്നലെ രാത്രിയിലെ ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം പൊന്മുടിയിലും മണ്ണിടിച്ചിൽ. പൊന്മുടിയിലെ ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചു. കല്ലാർ പൊന്മുടി റോഡിൽ 12-ാം വളവിലും 22-ാം വളവിനടുത്ത് ഇഡിയ കോവിലിന് സമീപത്തുമാണ് മണ്ണിടിച്ചിലുണ്ടായത്. രാത്രി മലയോര മേഖലയിൽ ശക്തമായ മഴയുണ്ടായി. ഇതേ തുടർന്നാണ് പൊന്മുടിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് പുലർച്ചെയാകാം മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നാണ് നിഗമനം. പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. വിതുരയിൽ നിന്ന് ഫയർഫോഴ്സ് പുറപ്പെടുകയും ചെയ്തു. ഇങ്ങോട്ടേക്ക് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് നെല്ലിയാമ്പതിയും അടച്ചു. ഇന്നും നാളെയും വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. കനത്ത മഴയെ തുടർന്ന് കൊല്ലം ജില്ലയിലെ കുംഭാവ ഉരുട്ടി വെള്ളച്ചാട്ടം അടച്ചു. ഇവിടേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. അച്ചൻകോവിൽ മേഖലയിൽ ഉൾവനത്തിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. അതേസമയം കനത്ത മഴയെ തുടർന്ന് മീനച്ചിലാറ്റിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ സമീപ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. പാലാ ഈരാറ്റുപേട്ട റോഡ് വെള്ളത്തിൽ മുങ്ങിയതിനെ തുടർന്ന് ഈ മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മണിമലയാറ്റിലും വെള്ളം ഉയരുന്നുണ്ട്. മണിമലയാറിന്റെ കൈവഴി നിറഞ്ഞ് കുട്ടിക്കൽ റോഡിൽ ഗതാഗതം മുടങ്ങി. തീക്കോയി 30 ഏക്കർ ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായി. മൂന്നിലവ് വലിയമംഗലം ഭാഗത്ത് വെള്ളം കയറി. ഇതോടെ പ്രദേശത്തെ ഗതാഗതം സ്തംഭിച്ചു. ഇടമരുക് വാകക്കാട് റോഡ്, ഇടമരുക് പൈകട പീടിക റോഡ് തുടങ്ങിയ വഴികളിലും വെള്ളം കയറി. പൂഞ്ഞാർ പള്ളിവാതിൽ ഭാഗത്തും റോഡിലും കെട്ടിടങ്ങളിലും വെള്ളം കയറി. ഇളങ്കാട് വല്യേന്ത ഭാഗങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യമാണ്. മുൻകരുതൽ നടപടിയായി പലയിടത്തും ആളുകളെ ഒഴിപ്പിക്കുകയാണ്. കൂട്ടിക്കൽ ചപ്പാത്ത്, കോസ്വേ, പഞ്ചായത്ത് ഓഫീസ് പടി എന്നിവിടങ്ങളും വെള്ളത്തിനടിയിലാണ്. ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ ശേഖർ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് നോക്കാം. സംസ്ഥാനത്ത് പത്തനംതിട്ട മുതൽ ഇടുക്കി അതിർത്തി വരെയാണ് മഴക്കെടുതി ഉണ്ടായിരിക്കുന്നതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥൻ ശേഖർ കുര്യാക്കോസ് പ്രതികരിച്ചു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ 24 മണിക്കൂർ പോലും ആയില്ല. അതിനു മുന്നേ തന്നെ 302 മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത്. ലാഹയിൽ കിട്ടിയതാകട്ടെ 260 മില്ലിമീറ്റർ മഴയാണ്. ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും അവിടെ നിന്ന് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി കുറയാൻ അത് സഹായകമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മീനച്ചിലാറിൽ ഉയർന്ന വെള്ളം 3 മണിക്കൂറിൽ താഴുമെന്നും ശേഖർ കുര്യാക്കോസ് വ്യക്തമാക്കി. തെക്കൻ ജില്ലകളിൽ മഴ കുറയും. റവന്യൂ വകുപ്പ് മന്ത്രി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 100ഓളം സ്ഥലങ്ങളിൽ റോഡുകളിൽ മണ്ണും മരങ്ങളും വീഴുന്ന സാഹചര്യമുണ്ടായി. പലയിടത്ത് വെള്ളപ്പൊക്കമുണ്ടായി. അത് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പർ കുട്ടനാടും ആലപ്പുഴയും കൂടുതൽ ജാഗ്രത വേണമെന്നാണ് ശേഖർ കുര്യാക്കോസ് ചൂണ്ടിക്കാട്ടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ മഴ കുറയുന്നുണ്ട്. എറണാകുളം മുതൽ വടക്കോട്ട് മഴ ശക്തിപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി നമുക്ക് മഴ മുന്നറിയിപ്പ് നോക്കാം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും പുതുക്കിയ മഴ മുന്നറിയിപ്പ് നോക്കാം. 8 ജില്ലകളാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ മുതൽ കൂടുതൽ മഴ കിട്ടുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഓറഞ്ച് അലർട്ട് നോക്കാം. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. മഞ്ഞ അലർട്ട് നോക്കാം. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. നഗരപ്രദേശങ്ങളും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. പൊതുജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ശക്തമായ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക്
മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകുക. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകൾ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണാം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമാക്കി വയ്ക്കണം. റെഡ്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംഭവിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ, തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞു വെക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. മാത്രമല്ല, ഈ സമയത്ത് ഉണ്ടാകാവുന്ന മറ്റൊരു അപകടമാണ് വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇടവഴികളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുൻപ് വൈദ്യുതി അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പാക്കണം. അതിരാവിലെ ജോലിക്ക് പോകുന്നവർ, ക്ലാസ്സുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഇക്കാര്യം ശ്രദ്ധിക്കണം. വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ KSEBയെ അറിയിക്കുക. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 എന്ന നമ്പറിലും 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ്. സുരക്ഷിതരായിരിക്കുക. ഒരു മഴക്കാലം കൂടി, അതായത് ഓഗസ്റ്റ് മാസം ഇന്ന് 1-ാം തീയതി ആയപ്പോൾ തന്നെ മഴ ശക്തി ഒരു സംഹാര രൂപിണിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാലവർഷം കുറവായിരുന്നു എന്നൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓഗസ്റ്റ് എത്തിയപ്പോഴേക്കും മഴ കെടുതികൾ കൂടി രൂക്ഷമാകുന്നു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നു. പലയിടത്തും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അങ്ങനെ വലിയൊരു പ്രകൃതി ഒരു അപകട തരത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ജാഗ്രത നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. സുരക്ഷിതരായിരിക്കുക. മലയാളി വാർത്തയുടെ എല്ലാ പ്രേക്ഷകരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.